സെൽഫ് ഹെൽപ്പ് ബുക്സിൻ്റെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ, ഒരു ഫസ്റ്റ് 20 എടുക്കുകയാണെങ്കിൽ അതിൽ തീർച്ചയായിട്ടും വരുന്ന ഒരു ബുക്കാണ് ദ പവർ ഓഫ് നൗ, ഇക്കോട്ട് ടോളിയുടെ. ഇക്കോട്ട് ടോളി ഒരു കണ്ടംപററി സ്പിരിച്വൽ ലീഡറാണെന്ന് നമുക്ക് പറയാം. ഇതിൽ മെയിനായിട്ട് ഈ പുസ്തകത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഉള്ള സമയം എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളത് മാത്രമേ ഉള്ളൂ. വാട്ട് യു ഹാവ് ഇസ് ദ നൗ. അപ്പോൾ ഫ്യൂച്ചറും പാസ്റ്റും ഒന്നുമല്ല, ഈ പവർ ഓഫ് നൗ ആണ് ഇതിനകത്ത് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ 10 ചാപ്റ്റേഴ്സാണുള്ളത്. ഈ 10 ചാപ്റ്റേഴ്സ് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പക്ഷേ ഈ മൊത്തത്തിലുള്ള പുസ്തകത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള 3 പോയിൻറ്റ്സാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇതുകൂടാതെ നിരവധി പോയിൻറ്റ്സ് വേറെയും ഉണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്ന 3 പോയിൻറ്റ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ, യു ആർ നോട്ട് യുവർ മൈൻഡ്. ഈ പുസ്തകത്തിൽ പറയുന്നത് നമ്മൾ നമ്മുടെ മൈൻഡല്ല, യു ആർ നോട്ട് യുവർ മൈൻഡ്, യു ആർ നോട്ട് യുവർ തോട്ട്സ് എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. അതെന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, ദ പ്രസൻറ്റ് മൊമെൻറ്റ് ഈസ് ഓൾ വി ഹാവ്. നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു മൊമെൻറ്റ് മാത്രമാണെന്നുള്ളതും. മൂന്നാമത്തെ പോയിൻറ്റ് ആക്സെപ്റ്റൻസിനെ കുറിച്ചാണ്. ആക്സെപ്റ്റൻസ് ഓഫ് വാട്ടേഴ്സ്, എന്ത് കാര്യങ്ങളാണ് നമുക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ റെസിസ്റ്റ് ചെയ്യാതെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഗുണങ്ങളുണ്ടാവും എന്നുള്ളതാണ് ഈ 3 പോയിൻറ്റ്സാണ് ഇതിലെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്, യു ആർ നോട്ട് യുവർ മൈൻഡ്, യു ആർ നോട്ട് യുവർ തോട്ട്സ് എന്നുള്ളതാണ്. ആക്ച്വലി ഹ്യൂമൻ ബീങ്സിന് നമുക്ക് കുറേ ഫാക്കൽറ്റീസ് ഉണ്ട്. നമുക്ക് ജീവിക്കാനായിട്ട് പല 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 ഫാക്കൽറ്റീസ്, നമുക്ക് ടൂൾസ് നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ ഒരു ടൂള് മാത്രമാണ് മൈൻഡ്. അപ്പം മൈൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഇൻക്രെഡിബ്ലി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. അതിൽ പല ചിന്തകൾ വരികയും പോവുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ ആക്ച്വലി നമ്മളെന്ന് പറയുന്ന ഐഡൻറ്റിഫിക്കേഷനെ മൈൻഡുമായിട്ട് കണക്ട് ചെയ്ത് നമ്മളെന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ് എന്ന് ചിന്തിക്കുമ്പം ആക്ച്വലി ഇവിടെ ഒരു ടൂള് ഈ മാസ്റ്ററിനെ ടേക്ക് ഓവർ ചെയ്ത രീതിയിലാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ആക്ച്വലി മൈൻഡ് എന്ന് പറയുന്നത് നമുക്കൊരു ടൂളാണ്. അപ്പം നമ്മളതിനെ നമുക്ക് ഹെൽപ്ഫുള്ളാവുന്ന രീതിയിൽ യൂസ് ചെയ്യുന്നതിന് പകരം മനസ്സെന്താണോ പറയുന്നത് ആ വഴിക്ക് പോവുകയാണെങ്കിൽ ആ ടൂളാണ് അവിടെ ലീഡ് ചെയ്യുന്നത്, നമ്മളല്ല എന്നുള്ളൊരു മെയിൻ പോയിൻ്റാണ് ദ ഫസ്റ്റ് വൺ പറയുന്നത്. യു ആർ നോട്ട് യുവർ മൈൻഡ്, യു ആർ നോട്ട് യുവർ തോട്ട്സ് എന്ന്. ഇക്കോട്ട് ടോളി ഈ ഒരു പുസ്തകത്തിൽ നമ്മൾ പല കാര്യങ്ങളും ഡെയിലി റുട്ടീൻസിലൊക്കെ വരുന്നത് ഓട്ടോ പൈലറ്റ് മോഡിലാണ് ചെയ്തങ്ങ് പോകുന്നത്. കാരണം എവറി ഡേ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എന്താണെന്ന് പോലും അറിയാതെ, ഇപ്പോൾ രാവിലെ എഴുന്നേറ്റു പല്ലേച്ചു എന്നൊക്കെ പറയുന്ന അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയാതെ ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ മൈൻഡ് നമ്മുടെ ആക്ഷൻസിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടൂളിനെ നമുക്ക് ആവശ്യമുള്ളപ്പം ഓഫ് ചെയ്യാനോ, എന്ന് വെച്ചാൽ ഹാവ് യു ഫൗണ്ട് ഔട്ട് ദ ഓഫ് ബട്ടൺ ഓഫ് യുവർ മൈൻഡ്. നിങ്ങൾക്ക് ഈ മൈൻഡിൽ നിന്ന് നിങ്ങളെ തന്നെ ഒന്ന് ഡിസ്റ്റൻസ് ചെയ്യാനായിട്ട് അറിയുമോ, അതോ മൈൻഡ് തന്നെയാണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്ന് വിചാരിച്ചാണോ നിങ്ങൾ നിൽക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അതല്ല, നമ്മുടെ മൈൻഡ് നമ്മളല്ല. അപ്പോൾ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഹൂ ആർ യു, വാട്ട് ആർ യു എന്നുള്ള ക്വസ്റ്റ്യനാണ് ഈ ഒരു പുസ്തകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെന്താ ചിന്തിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ആലോചിക്കാൻ പറ്റും. നമ്മളിപ്പോൾ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആ ഒരു ചിന്ത എന്ന് പറയുന്നത് നമ്മളല്ലല്ലോ, നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ. അപ്പോൾ ആക്ച്വലി നമ്മൾ ഒരു ഒബ്സർവറായിട്ട് നമ്മൾ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ തോട്ട്സാണ് റിപ്പറ്റേറ്റീവായിട്ട് മൈൻഡിൽ വന്നുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുവാണെങ്കിൽ എവറി 1 hour അല്ലെങ്കിൽ എവറി 2 hours നമ്മൾ ജസ്റ്റ് എക്സസൈസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ തോട്ട്സ് പലതും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന തോട്ട്സ് ആണെന്ന് മനസ്സിലാവും. വന്നു പോയിക്കൊണ്ടിരിക്കുന്ന തോട്ട്സൊക്കെ ഒരുപാട് റിപ്പറ്റേറ്റീവ് തോട്ട്സ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇക്കോട്ട് ടോളി ഇതിൽ പറയുന്നത്, നിങ്ങൾ ഒരു ഒബ്സർവർ എന്നുള്ള നിലയിൽ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളാണ് കടന്നു പോകുന്നത് എന്നുള്ളത് ഒരു ഒബ്സർവ് ചെയ്യുക. അതിന് പുള്ളി യൂസ് ചെയ്തേക്കുന്ന ഒരു വേർഡ് ഡിസ്ഐഡൻറ്റിഫൈ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റിയിൽ നിന്നും നമ്മുടെ മനസ്സിൽ നിന്നും ഒന്ന് മാറി ഒരു ഒബ്സർവറായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത്. അപ്പോഴാണ് നമുക്ക് യു ആർ നോട്ട് യുവർ മൈൻഡ്, യു ആർ നോട്ട് യുവർ തോട്ട്സ് എന്നുള്ള ആ ചിന്ത മനസ്സിലായി കഴിയുമ്പം ആക്ച്വലി ഹൂ ആം ഐ, വാട്ട് ആം ഐ എന്നുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ അതിലാണ് ഈ ഫസ്റ്റായിട്ട് സെൽഫ് അവെയർനെസ് ആണ്. ഏതൊരു കാര്യത്തിലും നമ്മൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആവണം അല്ലെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും നമ്മൾ ഫസ്റ്റ് വേണ്ടുന്ന കാര്യം സെൽഫ് അവെയർനെസ് ആണ്. അപ്പോൾ ഈ സെൽഫ് അവെയർനെസ്സിലേക്കുള്ളൊരു വഴിയാണ് മൈൻഡിൻ്റെ തോട്ട്സിനെ മാറി നിന്നുകൊണ്ട് നമ്മളതിൽ നിന്നും ഡിസ്ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മളെ തന്നെ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ബുക്കിനകത്ത് പറയുന്ന ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പോയിൻറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മുടെ തോട്ട്സിൽ നിന്നും ഡിസ്ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മളങ്ങ് മാറി നിൽക്കുമ്പോൾ തന്നെ നമ്മളൊരു ഹയർ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സിലേക്ക് പോവുകയാണ്.
ഈ മൈൻഡിലുള്ള ചിന്തകൾ അവിടെ വന്നോട്ടെ. ഫോർ എക്സാമ്പിൾ ഇപ്പം ഹാർട്ട് കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നില്ലയോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമ്മൾ ബോധരാവുന്നില്ല. അത് അതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഫാക്കൽറ്റിയാണ് നമ്മുടെ. എന്ന് പറയുന്ന പോലെ മനസ്സിൽ എന്തൊക്കെ ചിന്തകളാണോ വരുന്നത് അത് നമ്മളെ മാസ്റ്റർ ചെയ്ത് നമ്മളെ ലീഡ് ചെയ്യുന്നതിന് പകരം തിരിച്ച് നമ്മുടെ മൈൻഡിലുള്ള തോട്ട്സ് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ മാറ്റിയെടുക്കുക. അതാണല്ലോ പറയുന്നത്, നമുക്ക് വൺസ് മൈൻഡിനെ കൺട്രോൾ ചെയ്യുകയാണ് ഫസ്റ്റ് വേണ്ടത്, അല്ലാതെ മൈൻഡ് നമ്മളെ കൺട്രോൾ ചെയ്യുകയല്ല വേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഡിസ്ഐഡൻറ്റിഫിക്കേഷൻ നമ്മൾ ഒരു ഒബ്സർവറായിട്ട് മാറുന്നിടത്താണ് ഇക്കോട്ടോളി ദ പവർ ഓഫ് നൗവിൻ്റെ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്. ഈ ബുക്കിലെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ദ പ്രസൻറ്റ് മൊമെൻറ്റ് ഇസ് ഓൾ വാട്ട് വി ഹാവ് എന്നാണ്. നമ്മൾ എന്തിനെക്കുറിച്ചെങ്കിലും ഒക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം പാസ്റ്റ് എന്ന് പറയുന്നത് മെമ്മറീസാണ്. അതിനെക്കുറിച്ച് നമുക്ക് എത്ര വേണേലും ആലോചിക്കാൻ പറ്റും. ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരു പ്രൊജക്ഷനാണ്. വി ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ. അപ്പോൾ നമ്മൾ ജസ്റ്റ് നേരത്തെ ഉണ്ടായിരുന്ന ബ്രെയിനിൽ ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ടുള്ള പഴയ മെമ്മറീസൊക്കെ വെച്ചിട്ട് നമ്മളൊരു ഫ്യൂച്ചറിനെ ഒരു പ്രൊജക്റ്റ് ചെയ്ത് തിങ്ക് ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റുന്നുള്ളൂ. ദ പ്രസൻറ്റ് മൊമെൻറ്റ് ഈസ് വാട്ട് യു ഹാവ്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആക്ച്വലി ഈ മെമ്മറീസും പ്രൊജക്ഷൻസും അല്ലാതെ ദ പവർ ഓഫ് നൗ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡായിട്ട് ഇതിനകത്തുള്ള ഒരു പോയിന്റ്. മൂന്നാമതായിട്ട് ഈ പുസ്തകത്തിൽ ഒരു പോയിന്റ് കൂടെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ആക്സെപ്റ്റൻസ് ഓഫ് ദ സിറ്റുവേഷൻ എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് അത് റെസിസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് കൂടുതലായിട്ട് നമുക്ക് മൈൻഡിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അത് പാസീവായിട്ട് ആക്സെപ്റ്റ് ചെയ്യാമെന്നല്ല ഇക്കോട്ടോളി ബുക്കിൽ പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ ഞാനതൊക്കെ അങ്ങ് ആക്സെപ്റ്റ് ചെയ്യാം എന്നുള്ളതല്ല. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ ഈ വന്നിരിക്കുന്ന നമുക്ക് രണ്ട് സിറ്റുവേഷൻസ് ആണ് ലൈഫിൽ വരുന്നത്. ഒന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, ഒന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഈ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരുമ്പം ഓക്കെ ഫൈൻ, ഈ സിറ്റുവേഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്, ഇതാണ് അതിൻ്റെ റിയാലിറ്റി എന്നുള്ളത് നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ള റിജക്ഷൻ ആയിട്ടുള്ളൊരു തോട്ട് വരാതെ ഇതിങ്ങനെ വന്നിട്ടുണ്ട്, അതിനെ എങ്ങനെ ഡീസൻ്റായിട്ട് കൈകാര്യം ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഇക്കോട്ടോളിനകത്ത് പറയുന്നത് ആക്സെപ്റ്റൻസ് ഈസ് ദ കീ. എന്നുവെച്ചാൽ പാസീവ് ആക്സെപ്റ്റൻസ് അല്ല എന്നുള്ളത് എടുത്തു പറയുന്നു. ഇത് കൂടാതെ തന്നെ ഈഗോസിനെ കുറിച്ചും ഇമോഷൻസിനെ കുറിച്ചും ഇന്നർ ബോഡീനെ കുറിച്ചൊക്കെ നിരവധി കാര്യങ്ങളാണ് ദ പവർ ഓഫ് നൗവിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് 3 പോയിൻറ്റ്സ് തന്നെയാണ് മെയിനായിട്ട് ഇതിനകത്തുള്ള നമുക്ക് എടുക്കാൻ പറ്റുന്ന പോയിന്റ്. യു ആർ നോട്ട് യുവർ മൈൻഡ്, യു ആർ നോട്ട് യുവർ തോട്ട്, ആക്സെപ്റ്റൻസ് ഈസ് ദ കീ ആൻഡ് ദ പവർ ഓഫ് നൗ. അപ്പോൾ നമുക്ക് ഈ പവർ ഓഫ് നൗ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദാറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലിബറൈസേഷൻ. നമുക്ക് ഭാവിയിലേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ലിബറലായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങുന്നത് നമുക്ക് ഇപ്പോൾ ഉള്ള മൊമെൻറ്റ് കയ്യിലുണ്ട് എന്ന് മനസ്സിലാക്കി തുടങ്ങുന്നിടത്താണ്, ആ ഒരു സെൽഫ് അവെയർനെസ് വരുന്നിടത്താണ് നമ്മുടെ വിജയം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ഈ മറ്റു പോയിൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ നമുക്ക് ഈഗോസിനെ കുറിച്ചും ഇമോഷൻസിനെ കുറിച്ചും ഇന്നർ ബോഡീനെ കുറിച്ചുമൊക്കെ വളരെ ഇൻഡെപ്തായിട്ട് പവർ ഓഫ് നൗവിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം.